കുറച്ച് ദിവസം മുന്നേ ഉണ്ടല്ലോ ഒരു പേഷ്യന്റ് ഫോളോ അപ്പിനായിട്ട് എന്റെ ഒപിഡിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ പെൺകുട്ടി വന്ന സമയത്ത് ഞാൻ കൂടുതലും ശ്രദ്ധിക്കേണ്ടായിരുന്നത് ഈ കുട്ടിയുടെ ഫേസിലേക്കായിരുന്നു. കാരണം പണ്ടത്തെക്കാളും ഒരു നാച്ചുറൽ ഗ്ലോ എന്ന് പറയില്ലേ, ഫേസിൽ നല്ലൊരു നാച്ചുറൽ ഗ്ലോ, ഈവൻ ഫേസ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് പോലെ, ശരീരം നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ ഈ പെൺകുട്ടീനോട് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചു, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് സ്കിൻ കെയർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ അങ്ങനെ പുറത്തങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, പണ്ടത്തേക്കാളും സ്കിന്നൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ആ പെൺകുട്ടി കുറച്ച് മാസങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു റുട്ടീൻ എന്നോട് പറഞ്ഞു തന്നു. അത് കേട്ട സമയത്ത് എനിക്ക് കുറച്ചൊരു ഒരു വണ്ടർ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടി പുറത്തധികം ഫോക്കസ് ചെയ്യാതെ ഉള്ളിലേക്കായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടായിരുന്നത്. ഇത് കേട്ട സമയത്ത് എനിക്കും കൂടി തോന്നി, ഇത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരണം എന്നുള്ളൊരു കാര്യം. കാരണം വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റുട്ടീൻ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്കും ഉണ്ടാക്കാവുന്നതും കൂടി തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ റുട്ടീനാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ റുട്ടീനിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം എന്തായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പറയാ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ റുട്ടീനാണ് ഫോളോ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് കഴിക്കുന്നത് എന്നതും കൂടി നിങ്ങൾ കമന്റ് രൂപേണ അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പൊ റുട്ടീൻ എന്തൊക്കെയാണെന്ന് അറിയാം, വീട്ടിലേക്ക് എടുക്കാം. നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ശരീരം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡിലായിരിക്കും. ശരീരം നല്ല രീതിയിൽ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ദഹിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് രാവിലത്തെ. അപ്പൊ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏജിങ്ങിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാനും, ചീത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏജിങ്ങിനെ ഫാസ്റ്റ് ആക്കാനും വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ചില ആൾക്കാർ ചെയ്യുന്നത് കാണാൻ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചായ കുടിക്കും, ബിസ്ക്കറ്റ് കഴിക്കും, ഈവൻ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് നമ്മുടെ ഏജിങ്ങിനെ ഫാസ്റ്റ് ആക്കാനായിട്ടുള്ള മെയിൻ സോഴ്സ് കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ചെറിയൊരു ബൗളില് കരിഞ്ജീരകം, ഉലുവ, അതുപോലെ തന്നെ ചുവന്ന കടല, കറുത്ത കടല ഉണ്ടല്ലോ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഇത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റുട്ടീനിലത്തെ ആദ്യത്തെ ഒരു കാര്യം. ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിഞ്ജീരകത്തിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ തൈമോക്യുനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഉലുവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലത്തെ ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ നന്നായിട്ടൊന്ന് കുറയ്ക്കാനും, വയറിനെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ, ജോയിന്റ്സിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉലുവ. കറുത്ത കടല, കടലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ബേസ്ഡിൽ തന്നെ നല്ലൊരു പ്രോട്ടീന്റെ സോഴ്സ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കടല കേട്ടോ. നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കി വെക്കാനും, എല്ലിനെ സ്ട്രോങ് ആക്കി വെക്കാനും, സ്കിന്നിനെ ടൈറ്റ് ആക്കി വെക്കുക എന്നിങ്ങനെ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനും കടലയ്ക്ക് നല്ലൊരു കഴിവും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണ് മാത്രം നമ്മൾ കരിഞ്ജീരകം എടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഉലുവ നമ്മൾ എടുക്കുക. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നോക്കുക കേട്ടോ, ടേബിൾ സ്പൂൺ നമ്മുടെ കറുത്ത കടല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾ കുതിർത്ത് വെക്കാനായിട്ട് നോക്കുക. കാരണം ഈ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ രാവിലെ ആവുന്ന സമയത്ത് കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഒരു കാര്യം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അതിന്റെ കൂടെ ഈ വെള്ളവും നിങ്ങൾ കുടിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വെള്ളം കുടിക്കാൻ പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ, ഈ കരിഞ്ജീരകം, ഉലുവയും കടലയൊക്കെ നമ്മൾ കുതിർത്ത് വെക്കുമല്ലോ, അപ്പൊ അതിന്റെ ന്യൂട്രിയൻസ് മുഴുവൻ ഈ വെള്ളത്തിലേക്കാണ് പോവുക. അപ്പൊ അതുകൊണ്ട് ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതിൽ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുടിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു റുട്ടീൻ ചെയ്തു, നമ്മൾ ഈ ഒരു കാര്യം ചവച്ചരച്ച് കഴിച്ചു. ശേഷം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇതും നിങ്ങൾ രാത്രി സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇതിനായിട്ട് നമ്മളിവിടെ 4 ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഫസ്റ്റത്തെ 2 കാര്യം നിങ്ങൾ എന്റെ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാകും. ഒന്നാമത്തെ ഒരു കാര്യമാണ് ബദാം. ഒരു 4-5 ബദാം എടുക്കുക. അതുപോലെ തന്നെ 2 വാൾനട്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കഴുകിയിട്ട് ഒരു കപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക, കുതിർക്കാനായിട്ട് വെക്കുക. രണ്ടാമത്തെ ഒരു കപ്പില് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി ഒരു 4-5 എടുക്കാം. കറുത്ത മുന്തിരി കിട്ടുകയാണെങ്കിൽ അതും കുഴപ്പമില്ല, അല്ലെങ്കിൽ സാധാ മുന്തിരി ആണെങ്കിലും കുഴപ്പമില്ല. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 എണ്ണം എടുക്കുക. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ 4-5 എടുത്തിട്ട് നന്നായിട്ട് വേറൊരു വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. ഇതിന്റെ കൂടെ വേണ്ട നാലാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് അത്തിപ്പഴം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഫിഗ് എന്ന് പറയും. ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴം ഒരെണ്ണം മാത്രം മതി, അധികമൊന്നും വേണ്ട. ഒരു അത്തിപ്പഴം, ഉണക്കമുന്തിരി വേറൊരു പാത്രത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക.
ഈ രണ്ട് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ നിങ്ങൾ ഈ ഒരു കാര്യം ചവച്ചരച്ച് കഴിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ബദാമിന്റെ തൊലി കളഞ്ഞിട്ട് ഈ 4 ബദാമും കഴിക്കുക. അതിന്റെ കൂടെ ഈ വാൾനട്ടും ചവച്ചരച്ച് കഴിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അതുപോലെ അത്തിപ്പഴം ഉണ്ടല്ലോ അതും ചവച്ചരച്ച് കഴിക്കുക. ശേഷം ഈ ഉണക്കമുന്തിരിയുടെയും അത്തിപ്പഴത്തിന്റെയും വെള്ളവും നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. കാരണം എഗെയിൻ ഇതിലെ ന്യൂട്രിയൻസ് ഒക്കെ ആ വെള്ളത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാകുക. പക്ഷെ ബദാമിന്റെ നമ്മൾ വാൾനട്ടിന്റെ വെള്ളം കുടിക്കേണ്ട കേട്ടോ. കാരണം ഇതിൽ ആന്റി ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു വെള്ളം കഴിക്കേണ്ട. ഉണക്കമുന്തിരിയുടെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതും കൂടിയാണ്. വാൾനട്ടിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തലച്ചോറിന്, ഹൃദയത്തിന് എല്ലാത്തിനും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വാൾനട്ട്. ബദാമില് വൈറ്റമിൻ ഇ നല്ല രീതിയിലുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ഹെൽത്തി ആക്കി വെക്കാനും ക്ലിയർ ആക്കി വെക്കാനും ടൈറ്റ് ആക്കി വെക്കാനൊക്കെ ബദാം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അത്തിപ്പഴം നോക്കുകയാണെങ്കിൽ ഇതിൽ അയേൺ, പൊട്ടാഷ്യം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ പ്രൊഡക്ഷനും വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഫൈബറിന്റെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ദഹനത്തിനും അത്തിപ്പഴം നല്ലതാണ്. ഉണക്കമുന്തിരിയിൽ നാച്ചുറൽ ആയിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിലത്തെയും സ്കിന്നിലത്തെയൊക്കെ ഫ്രീ റാഡിക്കൽസ് നന്നായിട്ട് കുറച്ചിട്ട് ഒരു ഏജിങ്ങിന്റെ പ്രോസസ്സിനെ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഉണക്കമുന്തിരി നന്നായിട്ട് സഹായിക്കും. അപ്പൊ ഇത്രയും പറയുന്ന ഗുണങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന 4 ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത് കഴിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. നമ്മൾ അവസാനമായിട്ട് ഈ റുട്ടീനിൽ ചേർക്കുന്ന ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും 2 നേരം, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി, അങ്ങനെ 2 നേരം നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കുറച്ച് നിങ്ങളിത് കഴിക്കാനായിട്ട് നോക്കുക. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം, പെരിഞ്ജീരകം, അയമോദകം ഈ മൂന്നിന്റെയും കോമ്പിനേഷൻസ് എത്ര അളവിൽ നമ്മൾ എടുക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു 50 ഗ്രാം അയമോദകം എടുക്കുകയാണെങ്കിൽ ഒരു 50 ഗ്രാം ജീരകം, ഒരു 100 ഗ്രാം പെരിഞ്ജീരകം ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് കുറച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു തവയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാണ്ട് കരിയിക്കരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിന്റെ ഒരു സ്മെല്ല് പോകുന്നത് വരെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ, കുറച്ചൊരു 1/2 ടീസ്പൂൺ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ വായിലിട്ടിട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം കുറച്ച് ഒരു ഇളം ചൂടുവെള്ളം ഇതിന്റെ മുകളിൽ കുടിക്കാനായിട്ട് കൂടി നിങ്ങൾ നോക്കുക. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനം നന്നാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെരിഞ്ജീരകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും അയമോദകത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ അഗ്നിനെ നന്നായിട്ട് കൂട്ടിയിട്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട്, ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ നന്നായിട്ട് കുറയ്ക്കാനും അയമോദകം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഗട്ട് ക്ലിയർ ആയാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. നമ്മൾ എന്ത് കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിലും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. അപ്പൊ ദഹനത്തിന് വേണ്ടിയിട്ടാണ് ഈ 2 കാര്യം കൂടി നമ്മൾ ചേർക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് 2 നേരം കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ വീതം എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിക്കാം. ഇത് നമ്മുടെ ദഹനത്തിന് കുറച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടി. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ എഴുന്നേറ്റതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ കരിഞ്ജീരകം, ഉലുവ അതുപോലെ തന്നെ കടല ഈ ഒരു മിശ്രിതം നമ്മൾ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. കൂടാതെ വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബദാമും വാൾനട്ടും നമ്മുടെ മുന്തിരി പിന്നെ നമ്മുടെ അത്തിപ്പഴം, ഇതിന്റെ ഡ്രൈ ഫിഗ് ഈ ഒരു കാര്യത്തിന്റെ കോമ്പിനേഷൻ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ശേഷം ദിവസത്തിൽ 2 നേരം നമ്മുടെ പെരിഞ്ജീരകത്തിന്റെ, ജീരകത്തിന്റെ, അയമോദകത്തിന്റെ കോമ്പിനേഷൻ കുറച്ചൊരു 1/2 ടീസ്പൂൺ മുതൽ നമ്മളിത് ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹനത്തിനെയും ഇത് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അധികം കാലം ചെയ്യരുത്. ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. ശേഷം വീണ്ടും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടെ നല്ല ഭക്ഷണം കഴിക്കാനും കൂടി നിങ്ങൾ നോക്കണം. അതായത് ഇലക്കറികളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കുക. എക്സസൈസും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അരമണിക്കൂർ നന്നായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. 7 മണിക്കൂർ ഉറക്കം അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സ്കിൻ ആണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും എല്ലാം നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.